ഹലോ, ഞാൻ ബിന്ദു സമ്പർ. അതാ ഒരു ഗസ്റ്റ് മേക്കപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈല്, വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈല്. കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കല്യാണ പെൺപിള്ളേർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് എൻ്റെ ക്ലയൻ്റായിട്ട് ഇരിക്കുന്ന ആളുടെ ഹെയർ വന്നിട്ട് ഭയങ്കര ഡ്രൈ ഹെയർ ആണ്. ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തനിയെ ചെയ്യുമ്പം ഷാംപൂ ചെയ്യുക എന്ന് കണ്ടീഷൻ ചെയ്യാം. പക്ഷെ അന്നല്ല, തലേ ദിവസമേ ചെയ്യുക. എന്നിട്ട് ഇതേമാതിരി നമ്മുടെ മുടി നന്നായിട്ട് ഒരു ടാങ്കിൾസോ ഇല്ലാതെ റെഡിയാക്കി വെക്കണം. ഡ്രയറിന് പകരം ഞാൻ ഈ കോമ്പിൽ തന്നെ നമുക്കിങ്ങനെ ഡ്രയറായിട്ട് കിട്ടും. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് നോക്കിയിട്ട് ഞാൻ പറയാം. സൈഡ് പാർട്ടീഷൻ എടുക്കണമെന്നുള്ളവർക്ക് സൈഡ് എടുക്കാം, അല്ല ഫുൾ ബാക്ക് കോമ്പ് ചെയ്യണമെന്നുള്ളവർക്ക് ബാക്ക് കോമ്പ് ചെയ്യാം. ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ബാക്ക് കോമ്പ് ചെയ്തു. എന്നിട്ട് ഞാനിത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പോണി പോലെ കെട്ടാൻ പോവാണ്. എത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്ത് ഈ പോണി കെട്ടാമോ അത്രയും നമുക്ക് നല്ലതാണ്. 4 പാർട്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു നെറ്റ്, ആ നെറ്റ് ഞാൻ ഈ മേളിലത്തെ ഭാഗത്ത് ഞാനൊന്ന് കൊടുക്കുവാണ്. അത് നെറ്റ് വെക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ പിൻ ചെയ്യുന്ന ഹെയർ വന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയോട്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെയറിൽ പോകൂല. വേദന കുറവായിരിക്കും. എല്ലാം നമുക്ക് ഈ പറയുന്ന നെറ്റിലേക്ക് പിൻ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ കയറ് ചുറ്റുന്നില്ലേ, അതുമാതിരി ഒന്ന് ചുറ്റുവാണ്. നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുവന്നിട്ട് ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇത് പ്രത്യേകം ഒരു ടെക്നിക്ക് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. ഞാൻ പിൻ ചെയ്യുന്നത് ഇങ്ങനത്തെ യു പിൻ വെച്ചിട്ടാണ്. പൂ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു മുഴം പൂവാണ്, ഈ ഒരു പൂവിനെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ അടിഭാഗത്തേക്ക് മാത്രമായിട്ട്. ഇഷ്ടമായോ? പട്ടുസാരിയൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പൂ വയ്ക്കുമ്പോഴാണല്ലോ ഒരു ഭംഗി വരുന്നത്. കല്യാണ പെണ്ണിനൊക്കെ ആണെങ്കിൽ പൂ ഉപയോഗിക്കാം. അതേസമയം നമുക്ക് റോസസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് കളർ സാരി അതിനെ മാച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വയ്ക്കേണ്ടെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Until then, bye.